പിന്നെ ബോബി ചെമ്മണ്ണൂര് കഥ അറിയാതെ ആടാൻ വന്ന ഒരാളും. അദ്ദേഹം ഇതിന് മറുപടി പറയേണ്ടത് നിർബന്ധമാണ്. കാരണം അദ്ദേഹം ഇറങ്ങിയത് കൊണ്ടാണ് ജനങ്ങളൊക്കെ ഇത്ര അധികം ആവേശത്തോടെ ഇത് കളക്ട് ചെയ്തത്. മുസ്ലിം ലീഗിന്റെ വലിയ നേതാക്കന്മാരെ അടുത്ത് പോയി ബോബി ചെമ്മണ്ണൂരൊക്കെ ഇന്ന് 1 മാസമായി കഴിഞ്ഞു. 1 മാസം കഴിഞ്ഞിട്ട് അബ്ദുൾ റഹീമിന് എന്തുകൊണ്ട് മോചനം കിട്ടിയില്ല? അങ്ങനെ കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചക്കകം മോചനം കിട്ടും. പറയാത്തൊരു സാധനത്തിനാണ് ഇവര് പൈസ കളക്ട് ചെയ്തത്. ഇത്രയും തുക പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ കളക്ട് ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ത്യൻ എംബസിയിൽ ആ പേപ്പർ വേണ്ടേ? മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ ആ പേപ്പർ വേണ്ടേ? ഇന്ത്യ ഗവൺമെന്റിന്റെ ബാക്കി ഓഫീസുകളൊക്കെ ഇരിക്കുന്നത് ഡൽഹിയിലാണ്. ഡൽഹിയിലെ ഓരോ ഓഫീസൊക്കെ അതില്ല. ഇവര് പറയുന്ന സോക്കോൾഡ് ഓഫീസേഴ്സ് പറയുന്ന കാര്യങ്ങള് എല്ലാം പങ്കുപറ്റുന്ന ആൾക്കാരെ നമ്മൾ നോക്കണ്ടില്ല. ദിസ് ഇസ് അൾട്ടിമേറ്റ്ലി ദിസ് ഇസ് എ ഫോൾസ് ഗെയിം. ഈ ഗെയിമിന് നമ്മൾ കൂട്ടു നിൽക്കരുത്. ഈ ഗെയിമിന്റെ കള്ളന്മാരെ പുറത്തു കൊണ്ടുവരണം. അബ്ദുൾ റഹീമിനെയും പുറത്തു കൊണ്ടുവരണം. ഇന്നലെ ഇന്നുമായിട്ട് വരെ നിങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങളെ രേഖകളും ഇവിടെ ഉണ്ട്, മനസ്സിലാക്കിക്കൊള്ളണം. ഇന്ത്യ ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. ഇത് അന്വേഷണങ്ങള് ഇന്ത്യയിൽ നിന്ന് അന്വേഷണത്തിന് വേണ്ടിയിട്ട് റിയാദിലേക്ക് വരെ അന്വേഷണം വ്യാപിച്ച് ആരൊക്കെ ഇതിൽ കളിച്ച് എല്ലാം പുറത്തു കൊണ്ടുവരും. അതേപോലെ തന്നെ റഹീമിനെയും പുറത്തു കൊണ്ടുവരും. 24 ചാനലൊക്കെ പറയണേ നമ്മളോട് അടങ്ങി നിൽക്കുക. 24 ചാനലും മനോരമ ന്യൂസും ഒന്നുമല്ല റിയാദിലെ കോടതിന്റെ അകത്ത് നടന്ന രേഖകള് കണ്ടവര്. അത് കാണേണ്ട എംബസിയിൽ കാണാത്ത സാധനത്തിന് ഇത് ആരെ പരിശുദ്ധമാക്കാനാണ് വന്നിട്ട് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുത്, പറയരുത്. മണി കുംഭകോണം റിയാദില് തലവെട്ടാൻ വെച്ച ശരീഅത്ത് നിയമം അനുസരിച്ച് ഒരു കൊലപാതക കുറ്റത്തിന് പറ്റിയിട്ട് തലവെട്ടാൻ വെച്ച അബ്ദുൾ റഹീം എന്ന വ്യക്തി 18 വർഷമായിട്ട് ജയിൽ കഴിയണ അബ്ദുൾ റഹീം എന്ന വ്യക്തിയുടെ സഹായത്തിനായിട്ട് 34 കോടി കളക്ട് ചെയ്തു എന്ന് പറയപ്പെടുന്ന KMCCയും ബോബി ചെമ്മണ്ണൂരും കളക്ട് ചെയ്ത പണം ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നതാണ്. ഇവരെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവരെ ഓൺലൈൻ പത്രത്തിൽ എഴുതി കളക്ട് ചെയ്യാൻ വെച്ച കമ്മിറ്റി പിരിച്ചുവിടണം. അബ്ദുൾ റഹീം സഹായ കമ്മിറ്റി പിരിച്ചുവിടുകയാണ്. പണം ആവശ്യത്തിലധികം കിട്ടി. കമ്മിറ്റി പിരിച്ചുവിടണമെങ്കിൽ കമ്മിറ്റിക്ക് എന്ത് വേണം? അബ്ദുൾ റഹീമിനെ രക്ഷിക്കണം. ഒരു കമ്മിറ്റി ഉണ്ടാക്കിയാൽ അതിന്റെ റിസൾട്ട് പറഞ്ഞിട്ടാണ് ആ കമ്മിറ്റി പിരിച്ചുവിടുന്നത്. പിന്നെ അതേപോലെ ഈ റഹീമിനെ ആദ്യകാലത്തില് ജയിലിൽ പോയി കണ്ടും റഹീമിന് സഹായങ്ങൾ ചെയ്തു കൊടുത്തു. റഹീമിനെ വക്കീല് ഈ റഹീം പ്രശ്നം ജനങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നൊക്കെ ആ വ്യക്തികൾ ഉണ്ടായിരുന്നല്ലോ. അവരൊക്കെ എന്തിനീ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കി? ഏറ്റവും അധികം സാമൂഹിക സേവനം ചെയ്യുന്ന റിയാദിലെ പല വ്യക്തികളും ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. അവരൊന്നും ഇപ്പോ ഈ കമ്മിറ്റിയിലില്ല. എന്തുകൊണ്ട് അവരെ പുറത്താക്കി? പിന്നെ ഇന്ത്യൻ എംബസി അയച്ചു എന്ന് പറയുന്ന ഈ ലെറ്ററുകള് ഇപ്പൊ ഇവര് നമ്മളെല്ലാം എന്താ പറയണ, എന്നെയൊക്കെ തെറി വിളിക്കുക സംഘപരിവാരാണ്, ഞാൻ വൃത്തികെട്ട സ്ത്രീ. ഓക്കെ, എന്നെ നിങ്ങൾ എന്ത് തെറി വിളിച്ചോ അതിന്റെ അടിയിലൊക്കെ വന്ന് തെറി വിളിക്കോ. ഐ ഡോണ്ട് കെയർ. നിങ്ങളെ തന്നെയാണ് വിളിക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാനത്. അതുകൊണ്ട് ഞാനൊരു മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ആൾക്കാരെ കണക്ട് ചെയ്യുക. ഞാൻ ഗവൺമെന്റിന്റെ മനുഷ്യാവകാശ കമ്മിറ്റിയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ്. ഇന്ന് ഇന്റർനാഷണൽ കമ്മിറ്റിയിൽ UN അംഗീകരിച്ച ഒരു കമ്മിറ്റിന്റെ ഇന്റർനാഷണൽ അഡ്വൈസറാണ് ഞാൻ. എനിക്ക് ഇൻഫർമേഷൻ കിട്ടാൻ 1 സെക്കൻഡ് മതി. ഇത് നിങ്ങളൊക്കെ കളക്ട് ചെയ്യുമ്പോൾ തന്നെ കിട്ടി. പക്ഷെ നിങ്ങൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ അബ്ദുൾ റഹീമിന് ഇതുകൊണ്ട് സഹായം കിട്ടുമോ? ആ ഉമ്മ 18 വർഷമായിട്ട് കാത്തിരിക്കുന്ന ആ മകന്റെ ജീവന് വേണ്ടി കാത്തിരിക്കുന്ന ആ ഉമ്മക്ക് നിങ്ങൾക്ക് കൊണ്ടു കൊടുക്കാനുള്ള എന്തെങ്കിലും പരിഹാരം ചെയ്തോ? നിങ്ങൾ കോടികൾ കളക്ട് ചെയ്ത് നിങ്ങൾ പറയുന്നത് 34 കോടി ഇവിടെ, പക്ഷെ പല രാജ്യങ്ങളിലായിട്ട് കോടികൾ ഈ പേരും പറഞ്ഞ് കളക്ട് ചെയ്ത് ആ പൈസയൊക്കെ ആരോട് കണക്ക് വെച്ചു? അബ്ദുൾ റഹീമിന്റെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും നിങ്ങളെ ട്രസ്റ്റില് അംഗങ്ങളാണോ? ഈ ട്രസ്റ്റിലുള്ള അംഗങ്ങൾക്ക് അറിയോ ഇത്ര പൈസയാണ് ഉള്ളത്? ബാക്കിയുള്ളവർക്ക് അറിയോ ഈ കുടുംബത്തിന്? പിന്നെ കോടതിയിൽ പറയാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ പണം എന്തിന് കളക്ട് ചെയ്തു? കോടതിയിൽ കേക്ക് ആരാണ്? അബ്ദുൾ റഹീമിന്റെ വക്കീല്. ഇവരെ കേക്ക് മറ്റേ വക്കീല് പറയണം, മരിച്ചുപോയ അനസിന്റെ വക്കീലും കുടുംബവും ഉള്ള കോടതി മുമ്പാകെ പറയണം. അങ്ങനെ ഒരു സീനിൽ ഉണ്ടായിട്ടേ പറഞ്ഞിട്ടില്ല.
അങ്ങനെ പറഞ്ഞെങ്കിലല്ലേ ആ സീന് റഹീമൊക്കെ കാണുകയുള്ളൂ. ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. അങ്ങനെ പുറത്ത് വെച്ച് ഇവര് തീരുമാനിച്ച ഒരു തീരുമാനത്തിന് ഒരു ഊഹത്തിന്റെ മേലെ ഇവര് കളക്ട് ചെയ്ത ഫണ്ടാണിത്. അത് ജനങ്ങൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. പിന്നെ ബോബി ചെമ്മണ്ണൂര് കഥ അറിയാതെ ആടാൻ വന്നൊരാളും അദ്ദേഹം ഇതിന് മറുപടി പറയേണ്ടത് നിർബന്ധമാണ്. കാരണം അദ്ദേഹം ഇറങ്ങിയത് കൊണ്ടാണ് ജനങ്ങളൊക്കെ ഇത്ര അധികം ആവേശത്തോടെ ഇത് കളക്ട് ചെയ്തത്. അല്ലാതെ വെറും ഒരു KMCCക്ക് ഇത്രയും കളക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ കളക്ട് ചെയ്ത് ഈ പൈസ കിട്ടിയെന്ന് പറഞ്ഞിട്ട് മുസ്ലിം ലീഗിന്റെ വലിയ നേതാക്കന്മാരെ അടുത്ത് പോയി ബോബി ചെമ്മണ്ണൂരൊക്കെ ഇന്ന് 1 മാസമായി കഴിഞ്ഞു. 1 മാസം കഴിഞ്ഞിട്ട് അബ്ദുൾ റഹീമിന് എന്തുകൊണ്ട് മോചനം കിട്ടിയില്ല? അങ്ങനെ കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചക്കകം മോചനം കിട്ടും. പറയാത്തൊരു സാധനത്തിനാണ് ഇവർ പൈസ കളക്ട് ചെയ്തത്. ഇത്രയും തുക പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ കളക്ട് ചെയ്യൂ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ത്യൻ എംബസിയിൽ ആ പേപ്പർ വേണ്ടേ? മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ ആ പേപ്പർ വേണ്ടേ? ഇന്ത്യ ഗവൺമെന്റിന്റെ ബാക്കി ഓഫീസുകളൊക്കെ ഇരിക്കുന്നത് ഡൽഹിയിലാണ്. ഡൽഹിയിലെ ഓരോ ഓഫീസൊക്കെ അതില്ല. ഇവര് പറയുന്ന സോക്കോൾഡ് ഓഫീസേഴ്സ് പറയുന്ന കാര്യങ്ങള് എല്ലാം പങ്കുപറ്റുന്ന ആൾക്കാരെ നമ്മൾ നോക്കണ്ടില്ല. ദിസ് ഇസ് അൾട്ടിമേറ്റ്ലി ദിസ് ഇസ് എ ഫാൾസ് ഗെയിം. ഈ ഗെയിമിന് നമ്മൾ കൂട്ടു നിൽക്കരുത്. ഈ ഗെയിമിന്റെ കള്ളന്മാരെ പുറത്തു കൊണ്ടുവരണം. അബ്ദുൾ റഹീമിനെയും പുറത്തു കൊണ്ടുവരണം. പക്ഷെ ഒരു കാര്യം ഉമ്മാനോട്, അബ്ദുൾ റഹീമിന്റെ ഉമ്മനോട്, കുടുംബത്തിനോട് പറയും, അബ്ദുൾ റഹീമിന് ഒരു പോറല് പോലും കൊണ്ടുവരാതെ നമ്മൾ കൊണ്ടുവരും. അതിനുള്ള പരിപാടികളും ഇന്ത്യ ഗവൺമെന്റ് എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇവരെ ബ്ലഡ് മണി കുംഭകോണം കണ്ടല്ല അത് കേട്ടോ. ഇപ്പോഴാണ് ഇവരെ ആരും സമീപിച്ചിട്ടില്ല എന്നുള്ള സത്യം. ഇത് നമ്മൾ ഗവൺമെന്റ് തലത്തിൽ ഇങ്ങനെ തലവെട്ടാൻ പോയി. അപ്പത്തേക്ക് കമ്മിറ്റി ഉണ്ടായി. ഇവന്റെ ജഡ്ജ്മെന്റ് വരുന്നവരെ ഇവന് കമ്മിറ്റി ഇല്ല. അപ്പോൾ ഒരു വക്കീലിനെ വെച്ച് ഇവനൊരു വാദിക്കാൻ പോലും ഈ കമ്മിറ്റിക്കാരുണ്ടായിരുന്നില്ല എന്നാണ് സത്യം. ഈ കമ്മിറ്റിക്കാര് എവിടെ പോയിരുന്നൊക്കെ. റഹീമിനായിട്ടൊരു വക്കീലുണ്ടോ? ഇപ്പോഴും ഉണ്ടോ ഈ വക്കീല്? ഒരു വക്കീൽ എന്ന് പറയുന്ന അയാളെ വക്കീലാ, മരിച്ചുപോയ ആളെ വക്കീലാ. അത് അയാളെ കുടുംബക്കാരനും കൂടിയാ. അപ്പൊ അയാൾക്ക് ഇഷ്ടമുള്ളേ പറയുള്ളൂ. നമ്മൾ വാദിക്കാൻ വേണ്ടി റഹീമിന് വേണ്ടി പൈസ വെച്ച് വക്കീലിനെ വെക്കണം. എംബസി വെച്ചില്ലേ നമ്മൾ പറയണം എംബസിനോട് വെക്കണം. നമ്മൾ ഇൻട്രസ്റ്റ്. അപ്പൊ റഹീമിന്റെ കുടുംബത്തെ റിയാദിലേക്ക് അടുപ്പിക്കാതെ, റഹീമിന്റെ കുടുംബത്തെ അനസിന്റെ കുടുംബത്തിനെ കാണാൻ സമ്മതിക്കാതെ മാറ്റി നിർത്തി കമ്മിറ്റിക്കാര് തന്നെ കളിച്ചൊരു നാടകത്തിന്റെ ഈ ഉത്തരവാദിത്വം പണം നിങ്ങളൊക്കെ വീതിച്ചെടുക്കൂ. നമ്മളെല്ലാം നിങ്ങൾ കുറ്റം പറയൂ. ആ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എത്തിക്കേണ്ടടുത്ത് നിങ്ങൾ ചെയ്യണ ഓരോ പ്രവർത്തികൾ ഇന്നലെ ഇന്നുമായിട്ട് വരെ നിങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങളെ രേഖകളും ഇവിടെ ഉണ്ട്. മനസ്സിലാക്കിക്കൊള്ളണം. ഇന്ത്യ ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. ഇത് അന്വേഷണങ്ങള് ഇന്ത്യന്ന് അന്വേഷണത്തിന് വേണ്ടിയിട്ട് റിയാദിലേക്ക് വരെ അന്വേഷണം വ്യാപിച്ച് ആരൊക്കെ ഇതിൽ കളിച്ച് എല്ലാം പുറത്തു കൊണ്ടുവരും. അതേപോലെ തന്നെ റഹീമിനെയും പുറത്തു കൊണ്ടുവരും. അതാണ് എനിക്ക് റഹീമിന്റെ കുടുംബത്തിനോട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പറയാനുള്ള. റഹീമിന്റെ ഉമ്മയും മനസ്സിലാവുന്നുണ്ടാവും. 24 ചാനലൊക്കെ പറയണേ നമ്മളോട് അടങ്ങി നിൽക്കുക. 24 ചാനലും മനോരമ ന്യൂസും ഒന്നുമല്ല റിയാദിലെ കോടതിന്റെ അകത്ത് നടന്ന രേഖകള് കണ്ടവര്. അത് കാണേണ്ട എംബസിയിൽ കാണാത്ത സാധനത്തിന് ഇത് ആരെ പരിശുദ്ധമാക്കാനാണ് വന്നിട്ട് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുത്, പറയരുത്. എംബസിയെ വർക്കുകൾ നടക്കുന്നുണ്ട്. 24 ചാനലിലും മനോരമ ന്യൂസിനും മലയാളം ന്യൂസിനൊക്കെ ഇത് പറയാൻ എന്താ അധികാരമുള്ളത്? പണം കൊടുത്ത നാട്ടുകാരോ ആ കുടുംബവും കാത്തുന്നേ അവരെ അപ്രൂവൽ ഇട്ട് കൊടുത്തിട്ടാണല്ലോ അവർ ഇത്ര കളക്ട് ചെയ്തത്. അപ്പോ ഇത് ചോദിക്കാനുള്ള അധികാരം എല്ലാവർക്കും ഇവിടെ ഉണ്ട്, ഗവൺമെന്റിനും ഉണ്ട്. അപ്പൊ മനസ്സിലാക്കിയാൽ ഈ സംഘിണികൾ കൊടുത്തിട്ടില്ല. സംഘികൾ ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ആണുള്ളത് ഇവിടെ. ആ ഗവൺമെന്റ് റഹീമിന് വേണ്ടി വർക്ക് ചെയ്യണമുണ്ട്. ഇത് ചോദിക്കുകയും ചെയ്യും. അതിന്റെ ഒരു ഭാഗമായിട്ടിരിക്കണ ഞാനും ഇത് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇതിന് ഉത്തരം ബോബി ചെമ്മണ്ണൂരും KMCCയും തന്നതേ പറ്റുള്ളൂ. റഹീമിന്റെ മോചനത്തിന്റെ പേപ്പർ നിങ്ങൾ എവിടം വരെ എത്തി? അനസ് എന്ന് പറഞ്ഞ കുടുംബത്തിന് ഒരു ദിവസം കൊണ്ട് നിങ്ങൾ മാറിക്ക്. ഒരു ദിവസം കൊണ്ട് ഞാൻ കണ്ടുപിടിച്ച് ഈ ഉമ്മാനെ കൊണ്ടുപോയിട്ട് മാപ്പ് ചോദിച്ചു തരാം. എല്ലാം നമ്മളെ കയ്യിലുണ്ട്.